കുടിവെള്ളം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ്. അരുൺ രാജ് കൊല്ലത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഈ കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു സ്ത്രീ മരിച്ചത്. അത് കുടിവെള്ളം കിട്ടാതെ വള്ളത്തിൽ പോയപ്പോൾ വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപ്പോൾ അവിടുത്തെ ഈ തുരുത്തിലെ നിവാസികളാണോ ഈ പ്രതിഷേധത്തിൽ ഉള്ളത്? എന്താണ് ഈ പ്രതിഷേധത്തിന്റെ മറ്റു വിവരങ്ങൾ? ഗോപീഷൻ, കഴിഞ്ഞ 11 ദിവസമായി ഈ തുരുത്തടക്കമുള്ള കൊല്ലം നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളമില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഒരു യുവതി വെള്ളം ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ വള്ളം മറിഞ്ഞ് മരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് RSP ഇപ്പോൾ ഈ ദേശീയപാതയിൽ ഉപരോധം നടത്തുന്നത്. കാലിക്കുടവുമായി എത്തിയ RSP പ്രവർത്തകർ ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ കാലിക്കുടങ്ങൾ നിലത്തടിച്ച് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങൾ ഉയർന്നിടും എന്നുള്ളതാണ് RSP പറയുന്നത്. കാരണം മന്ത്രിമാരെ അടക്കം ഇക്കാര്യത്തിൽ ജനകീയ വിഷയങ്ങളിൽ മന്ത്രിമാർ ഇടപെടുന്നില്ല. ഇക്കാര്യത്തിൽ ജനകീയ രോക്ഷത്തെ നേരിടാൻ മന്ത്രിമാർ തയ്യാറായിക്കൊള്ളുന്ന ഒരു സന്ദേശം കൂടി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നൽകുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കൊല്ലം നഗരത്തിൽ ഇപ്പോൾ അരങ്ങേറുകയാണ്. കഴിഞ്ഞ അരമണിക്കൂറിലേറെയായി ഈ ദേശീയപാത പൂർണ്ണമായും RSP പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ്. ഗതാഗതം അടക്കം ഇപ്പോൾ നിശ്ചലമായിട്ടുണ്ട്. പകരം സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയെങ്കിലും അത് പൂർണ്ണമായ തോതിലേക്ക് ഇപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുവാഹനങ്ങൾ മാത്രമാണ് കടന്നുപോകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരമാണ് RSP ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമടക്കം നടത്തിയതാണ്. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഉന്നത ഉദ്യോഗസ്ഥരുമായി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ സംസാരിക്കുകയാണ്. കാരണം ഈ പ്രതിഷേധം കൂടുതൽ സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഈ വിഷയം സംസാരിച്ച് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. പക്ഷേ RSP പ്രവർത്തകർ ഇപ്പോഴും റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ പ്രതിഷേധം തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്കടക്കം കാര്യങ്ങൾ പോകും. നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധം കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക് പോകും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ പ്രവർത്തകർ പൂർണ്ണമായും ഇപ്പോഴും റോഡിൽ ഇരുന്നു കൊണ്ട്, അത് തുരുത്തിലടക്കമുള്ള ആൾക്കാരുണ്ട്, അവർ റോഡിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ഇതേപോലെ വാഹന ഗതാഗതം പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. കഴിഞ്ഞ അരമണിക്കൂറിലധികമായി പൂർണ്ണമായും ഗതാഗതം നിശ്ചലമായിട്ടുണ്ട്. ഈ വാഹനങ്ങൾക്ക് ഈ ദേശീയപാത വഴി, ഇത് കളക്ടറേറ്റിന് മുമ്പിലുള്ള റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. അവിടെ ഈ മറ്റു വാഹനങ്ങൾ, വലിയ വാഹനങ്ങളടക്കം തിരിച്ചുവിടാൻ കഴിയാത്ത പ്രതിസന്ധി പോലീസിനെ സംബന്ധിച്ചുണ്ട്. മറുഭാഗത്ത് RSPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ആ പ്രതിഷേധത്തെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ കൊല്ലത്ത് തുടരുകയാണ്. അതേസമയം ഇന്ന് വൈകുന്നേരത്തോടെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വാട്ടർ അതോറിറ്റി പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സ്ത്രീകളടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തുരുത്ത് നിവാസികളുടെ ആശങ്കകൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പൊ അരുണിനോട് തന്നെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതാണ്, കുടിവെള്ളം മുടങ്ങിയിട്ട് 7-8 ദിവസമായി അത്യാവശ്യത്തിന് വെള്ളം എത്തിക്കാൻ പോലും അധികൃതർ മെനക്കെടുന്നില്ല. അവർക്ക് അടുത്തുള്ള പ്ലാന്റുകളിലേക്ക് വള്ളം തുഴഞ്ഞു പോയി വെള്ളം കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നൊരു ഉറപ്പ് ഏതെങ്കിലും കോണിൽ നിന്ന് അധികൃതർ നൽകുന്നുണ്ടോ? അതല്ല ഈ പ്രതിഷേധം ഇനി തുടർന്നുകൊണ്ട് പോവുക എന്നതാണോ സമരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? കമ്മീഷൻ ഈ തുരുത്തുകാർക്ക് ഇതുവരെ കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത ശാസ്താംകോട്ട ജലവിതരണ പദ്ധതി, അതുവഴി മാത്രമേ കൊല്ലം നഗരത്തിലേക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയൂ. അതിന്റെ പ്രധാന പൈപ്പ് ലൈനാണ് തകരാറിലായത്. അതിനെ പൂർണ്ണമായും അത് പരിഹരിച്ച് അത് പൂർണ്ണമായും ജലവിധാനം കൃത്യമായി ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ചില സാങ്കേതികപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കുന്നത്. അതേസമയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പകരം സംവിധാനം അത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യക്ഷമമായ
രീതിയിൽ ഓരോ വീട്ടിലും എത്തുന്നില്ല എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ 4 പാടും വെള്ളമുണ്ട്, പക്ഷേ കുടിക്കുവാൻ കയ്യിൽ വെള്ളം കിട്ടുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ നേരിട്ട് അവിടെ ചെന്നപ്പോൾ കണ്ടതാണ് ആ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയുടെ മരണത്തിലേക്കടക്കം പോയിട്ടും ഒരു ശക്തമായ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുരിത നിവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു നേതൃത്വപരമായ സമരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ അതിന്റെ സമര പോരാട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. പോലീസ് വാഹനങ്ങളിലടക്കം ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ട് നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. നേരത്തെ പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ്, പക്ഷേ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം RSPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഈ കുടിവെള്ളം എന്ന് ലഭിക്കും, എന്നത്തേക്ക് തങ്ങളുടെ മുമ്പിലേക്ക് എത്തുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സർക്കാരുകൾക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തെരുവിലേക്ക് മാറിയത്. നേരത്തെ ഈ പ്രതിഷേധം ജല അതോറിറ്റിയിലും കോർപ്പറേഷനും മുമ്പാകെ എത്തിയെങ്കിൽ അത് തെരുവിലേക്ക് എത്തുന്നു, റോഡ് ഉപരോധിക്കുന്നു, ദേശീയപാത ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് അതിന്റെ ഗൗരവ സ്വഭാവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ഈ ഉന്നത ഉദ്യോഗസ്ഥർ അതിന്റെ നടപടി ഇപ്പോൾ വിശദീകരിക്കുകയാണ്. കാരണം ഇനി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് 2 തവണ പോലീസ് പറഞ്ഞതാണ്. കാരണം പോലീസിന്റെ പോലീസ് വലിയ രീതിയിൽ ശ്രമപ്പെട്ടാണ് ഈ ദേശീയപാത ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. പക്ഷേ ആ വാഹനങ്ങൾ മണിക്കൂറായി ഗതാഗത കുരുക്കിൽ കടക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ സമയം ഇവിടെ തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കി. എന്തായാലും ഇതിൽ ഒരു കൃത്യമായ ഇതുവരെ ഒരു വ്യക്തമായ ഒരു മറുപടി സർക്കാരുകൾക്ക് നൽകാൻ കഴിയുന്നില്ല. ഈ കുടിവെള്ള പ്രശ്നത്തിൽ ഒരു മറുപടിയും നൽകുന്നില്ല. ഇപ്പോഴും ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ട് വളരെ നിഷേധാത്മകമായ നിലപാടാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. അവിടെയാണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് പോലും ഇതിൽ താല്പര്യമില്ല. അവരാരും ഇതെന്താണെന്ന് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ നിലയിൽ ഇത് പോകാൻ അനുവദിച്ചുകൂടാ. വളരെ ശക്തമായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് മാറ്റണ്ടേ, അല്ലാതെ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം ചവറയിൽ വിവിധ പരിപാടികൾ ക്രമീകരിച്ചിരുന്നു. പക്ഷേ ആ പരിപാടികൾ പോലും അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ ജനകീയ രോക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് ആ പരിപാടി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് RSP മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ ഒന്ന്. എന്തായാലും ഈ പ്രതിഷേധം കൂടുതൽ ഒരു പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയിലേക്ക് പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാകും എന്നുള്ള സൂചന കൂടി RSP നൽകുന്നുണ്ട്. ഇതിന്റെ UDFന്റെ നേതൃത്വത്തിൽ UDYFന്റെ നേതൃത്വത്തിലടക്കം ഇന്നും നാളെയും അടക്കം സമരങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പ്രശ്നം സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം, മന്ത്രിമാർ ഇക്കാര്യത്തിൽ നേരിട്ട് സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തണം എന്ന ആവശ്യമാണ് നിലവിൽ RSP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ചവറയിലെ പ്രശ്നം അത് RSPയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. RSPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ചവറ അടക്കമുള്ള സ്ഥലങ്ങൾ. സ്വാഭാവികമായും അവിടുത്തെ പ്രശ്നത്തിൽ നേതൃപരമായ പങ്ക് RSP എടുക്കുന്നതിന് മുന്നിൽ രാഷ്ട്രീയപരമായ ഒരു നീക്കം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ പ്രതിഷേധത്തിൽ സ്ത്രീകൾ, തുരുത്ത് നിവാസികൾ അടക്കമുള്ളവരുണ്ട്. പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. പോലീസ് നടപടിയിലേക്ക് കടക്കുന്നു. RYFന്റെ RSPയുടെ അടക്കം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം പോലീസ് ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും ഈ നേതാക്കന്മാരോട് നേരത്തെ പോലീസ് സംസാരിച്ചതാണ് പിരിഞ്ഞു പോകാൻ. പക്ഷേ അത് തയ്യാറാകാതെ വന്നതോടെയാണ് ഇപ്പോൾ ഈ നിലവിൽ പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോകുന്നത്. എന്തായാലും പോലീസ് ഈ റോഡ് ഉപരോധിച്ച് RSP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നേരത്തെ ഇതിന്റെ സമരം തുടരും. ഈ കുടിവെള്ളം തുരുത്ത നിവാസികൾക്കും കൊല്ലം നഗരത്തിലും യാഥാർത്ഥ്യമാകുന്നവരെ സമരം തുടരുമെന്ന കാര്യത്തിൽ RSP വ്യക്തമാക്കിയതെന്നാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ്